ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന വാക്യം കൊലോസ്യ ലേഖനം 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അപ്പോൾ ഇന്നലെ നാം കേട്ടത് മനസ്സ് തകർന്നവനെയും അനുതപിക്കുന്നവനെയും ദൈവം കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് ആണ് പൗലോസ് അപ്പോസ്തലൻ ചിന്തിക്കുന്നത്. കാരണം കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട് നാം ഒക്കെയും വിടുവിക്കപ്പെട്ടവരായി, രക്ഷിക്കപ്പെട്ടവരായി തീർന്നു. അപ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം വന്നു കഴിഞ്ഞു. കാരണം മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. നമ്മൾ കർത്താവിൻ്റെ ക്രൂശിൽ വിശ്വസിച്ചു. എന്നാൽ നമ്മൾ പലപ്പോഴും വീണ്ടും പാപം ചെയ്യുമ്പോൾ വീണ്ടും മാനസാന്തരപ്പെടണം, അനുതപിക്കണം, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരണം. എന്നാൽ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാം അങ്ങനെ ഒരു ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ വക പാപങ്ങളിൽ നിന്നും നമ്മുടെ അവയവങ്ങളെ വേർപെടുത്തി വെക്കണം എന്നുള്ളതാണ്. എല്ലാ ദോഷങ്ങളും നമ്മുടെ ഹൃദയത്തിൽ പോലും നമുക്ക് അത് വരരുത്, ചിന്ത പോലും വരരുത് എന്നുള്ള രീതിയിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണിത്. എന്താണ് പറയുന്നത്? ഈ വക ദുർനടപ്പുകൾ വരാതിരിപ്പാൻ നിങ്ങളുടെ അവയവങ്ങളെ, അതായത് നിങ്ങളുടെ ജഡീകതയെ മരിപ്പിപ്പീൻ എന്നാണ് പറയുന്നത്. ഇനി റോമാലേഖനത്തിൽ എന്താണ് പറയുന്നത്? ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. കാരണം കർത്താവിൻ്റെ ക്രൂശിൽ നാം വിശ്വസിച്ചു. ഇതുവരെയുള്ള പാപങ്ങൾ കർത്താവ് നമുക്ക് ക്ഷമിച്ചു തന്നു. നാം അത് വിശ്വസിക്കുന്നു. നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നവരാണ്. ആകയാൽ, അതാണ് ആകയാൽ, അതുകൊണ്ട് therefore പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഇനി വാഴരുത്. ഇനി പാപം ഉണ്ടാകരുത് നിങ്ങളിൽ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് വിട്ടുകൊടുക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പീൻ. അപ്പോൾ അങ്ങനെ ഒരു സമർപ്പണ ജീവിതമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മോട് പറയുന്നത്. അപ്പോൾ എന്താണ്? വീണ്ടും കൊരിന്ത്യ ലേഖനങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് അനുതപിക്കുക എന്നുള്ള കാര്യമല്ല പറയുന്നത്. അനുതാപത്തിന് മുൻപേ ഉള്ള കാര്യം തന്നെ. വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ ജീവിക്കാൻ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ അല്ലെങ്കിൽ ഭൂമിയിലെ വിലപിടിപ്പുള്ള സാധനങ്ങളോ കൊണ്ടൊന്നുമല്ല, സ്വന്തം രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നാം ഓർക്കണം. അപ്പോൾ അത് ഓർക്കുമ്പോഴെന്താണ് നാം ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരങ്ങൾ എന്ന് നാം വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ ഇന്നലെ കേട്ടു, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം എന്ന്. എന്നാൽ ഇവിടെ പറയുകയാണ്, നമ്മുടെ ശരീരങ്ങൾ കർത്താവിൻ്റെ മന്ദിരമാണ്. വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട് നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുകയും നാം ദൈവത്തിൻ്റെ സ്വന്തമായി തീരുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായി മാറുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. കർത്താവിൻ്റെ രക്തത്താലാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അപ്പം വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ സ്വന്തമായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല.
നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അധികാരമില്ല ഇനി. ഈ ജീവിതത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ ആ ജീവിതത്തെ നയിക്കേണ്ടതാരായിരിക്കും? പരിശുദ്ധാത്മാവായിരിക്കണം ഈ ജീവിതത്തെ നയിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് ക്രിസ്തുവിൽ. ആത്മാവിലാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ജഡത്തിലല്ല നിങ്ങൾ ഇനി ജീവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവിനോടുകൂടെ, അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ പാപത്തെ വെറുക്കുക എന്നുള്ള കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം എന്നാണ് എഫേസ്യ ലേഖനം 4:2-3 വാക്യങ്ങൾ പറയുന്നത്. അപ്പം അന്യോന്യം പൊറുക്കണം. അങ്ങനെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുക. അതായത് അങ്ങനെ ഒരു ബന്ധമായിരിക്കണം നമുക്ക് നമ്മോട് തന്നെയും മറ്റുള്ള ദൈവമക്കളോടുമുള്ളത്. നമ്മെ ഭരിക്കുന്നത് ഒരേ ആത്മാവാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.